ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങുന്ന പോലെ അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ വീട്ടില് മന്തി തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബാസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കും. ഒരു അരമണിക്കൂറെങ്കിലും പൊതിർന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ വന്നിട്ട് നമ്മൾ അത് വേവിക്കാൻ ആവശ്യമായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, ഒരു പാതി ലെമൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ടിട്ട് ഈ അരിയും അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ വെച്ചാല് അതിലോട്ട് ഒരു 3 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് ടോട്ടലായിട്ട് ഉപയോഗിക്കുന്നത് 200 ഗ്രാം ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ ഞാൻ അരമണിക്കൂർ പൊതിർത്ത് വെച്ച അരി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം വേകട്ടെ. പാതി വേവിൽ നമുക്കെടുത്ത് ഊറ്റി മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിന് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളക്, മാഗി ക്യൂബ് ചെറുതായതുകൊണ്ട് 4 ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കണം. പിന്നെ മാഗി ക്യൂബിന് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ആലോചിച്ചിട്ട് ഇടണം, നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ 65ന്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അത് നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം എല്ലാം കൂട്ടി നല്ലോണം കുഴച്ചിട്ട് മിക്സ് ആക്കുക. അപ്പൊ ഇത് ചിക്കൻ്റെ കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കണം. പിന്നെ വന്നിട്ട് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലോണം മിക്സ് ആക്കുക. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പിടിക്കുന്ന വരക്കും നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോഴേക്കും ചോറ് വെന്തിട്ട് ഒരു പാതി വേവ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഊറ്റി മാറ്റി വെക്കണം. അധികം വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും നല്ലോണം വെന്ത് ഒരുമാതിരി ആവും. അതുകൊണ്ട് നമ്മളിപ്പൊ തന്നെ ഒരു പാതി വേവിൽ തന്നെ ഊറ്റുന്നുണ്ട്. അതിൽ സൺഫ്ലവറും പിന്നെ ലെമണിന്റെ ആ ഒരു ഇതെല്ലാം കൊണ്ട് ചോറ് അധികം ഒട്ടിപ്പിടിക്കൂല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ലെമൺ പിഴിഞ്ഞ് കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ലെമൺ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഓരോന്നോരോന്നായിട്ട് അതിലിട്ട് കൊടുത്തിട്ട് കുക്കറിൽ നിരത്തി വെക്കണം. ലെയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേവില്ല. അപ്പൊ നമുക്ക് കുക്കറിൽ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പൊ നമുക്ക് ആ മസാല ഈ ചിക്കൻ്റെ കൂടെ മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അരമണിക്കൂറെങ്കിലും നമുക്കതൊന്ന് പിടിക്കുന്നവർക്കും വെയിറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് അത് നിരത്തി വെച്ചിട്ട് ഒരു 3 സ്പൂണിനടുത്ത് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ആവി കയറുന്നവർക്കും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം നമുക്ക് റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് ആവി കയറിയിട്ട് ചിക്കൻ ഒന്ന് കുറച്ച് വേകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിരട്ട കത്തിച്ചിട്ട് കനലാക്കി വെക്കുന്നുണ്ട്. പുക സ്മോക്ക് ചെയ്യേണ്ടിയിട്ടാണ്. അപ്പൊ 2 മുട്ട പുഴുങ്ങി വെക്കുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞാല് മുട്ട വെച്ചിട്ട് നമ്മൾ മയോണൈസ് റെഡിയാക്കുന്നത്. അതിനു വേണ്ടി ഉപ്പ് ഇട്ടിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് എടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം. പിന്നെ റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ദം ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതായത് നല്ലോണം അമർത്തിയിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചോറ് വന്നിട്ട് നല്ല ഉണ്ടാവില്ല കഴിക്കാനും. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് മേലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ദം ചെയ്തിട്ട് അങ്ങനെ കുത്തി പിടിച്ചിടാൻ പാടില്ല. അപ്പൊ ഞാൻ ഫുള്ള് റൈസും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് പച്ചമുളക് മേലെ ഡെക്കറേഷൻ ചെയ്യാം. അതിൻ്റെ മേലെ 2-3 കുരുമുളകും ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം ആദ്യം മഞ്ഞപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുഡിന്റെ കളറൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം അതൊന്നും നല്ലതല്ല. ഇനി മുളക് പൊടിയും കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ മന്തിന്റെ ഒരു കളർ കിട്ടണ്ടെങ്കിൽ നമ്മൾ ഇതാ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ കനല് ഒരു കപ്പിലിട്ട് കൊടുത്തിട്ട് അതിൽ ഗോൾഡ് വിന്നർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് മൂടിയിട്ടിട്ട് ഒരു വിസിൽ വരുന്നവർക്ക് വെയിറ്റ് ചെയ്യാം. ഒറ്റൊരു വിസിൽ വരേണ്ട ആവശ്യമുള്ളൂ, അധികം വിസിൽ അതിന്റെ ചോറ് നല്ലോണം വെന്തു പോവും. അപ്പൊ അത് വേട്ടെ, ഒരു വിസിൽ വരട്ടെ. പിന്നെ ഞാൻ ഇതിന് ടൈം വെറും അരമണിക്കൂർ കൊണ്ട് എനിക്ക് മന്തി റെഡിയാണ്. വെറും അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്. പിന്നെ എന്നിട്ട് ഒരു തക്കാളി സോസ് ഉണ്ടാക്കുന്നുണ്ട്. തക്കാളി, പച്ചമുളക്, പുതിന, മല്ലിയില, വെളുത്തുള്ളി ഇത് മിക്സിയിലോട്ടിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. നല്ലോണം അരച്ചെടുത്തിട്ട് ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അടുത്തത് മുട്ടേനെ കൊണ്ട് മയോണൈസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട കട്ട് ചെയ്തിട്ട് കൊടുക്കും. 2 മുട്ട എടുക്കുന്നത്. 2 മുട്ട അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5-8 പല്ല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോൾഡ് വിന്നർ ഓയിൽ ഒരു 3 സ്പൂണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിൽ വരും. സൂപ്പർ ആയിട്ടുണ്ട് മയോണൈസ് കടയിൽ നിന്നെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഹെൽത്തിന് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ട്രിക്ക് പരീക്ഷിക്കുക. ഇത് നമുക്കൊരു വിസിൽ വന്നിട്ടുണ്ട് കുക്കറിന്. മയോണൈസ് തക്കാളി സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിന് വിസിൽ വന്ന് നമ്മൾ ഓപ്പൺ ആക്കി. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ചോറെല്ലാം കറക്റ്റ് വേവാന്ന്, അടിപൊളി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആ സ്മോക്കിന്റെ അതെല്ലാം കപ്പെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് വണ്ണമുള്ള ഒരു പാത്രത്തിലോട്ട് ഈ കുക്കർ അങ്ങനെ തന്നെ കുമ്പെടുത്തിട്ട് റൈസ് അങ്ങോട്ടേക്ക് മാറ്റിയെടുക്കാം. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഒരു ചോറിനോട് ഒന്നും ഒട്ടാതെ വീട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കളറും എല്ലാം കടയിൽ നിന്ന് വാങ്ങുന്ന മന്തിന്റെ അതേ സ്റ്റൈലാന്നുള്ളത്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പോലത്തെ മന്തി നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ ആയിട്ടുണ്ട്. ഹാഫ് ആൻ അവറിൽ നമുക്കൊരു മന്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ട ആ കളർ എന്താ സൂപ്പർ ആയിട്ടുണ്ട്. കളർ കാണാൻ ഒന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കറക്റ്റായിട്ട് ഒരു വിസിൽ മാത്രം ഇട്ടത് കൊണ്ട് നമുക്ക് സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്നും ഒരു കേടുപാട് കൂടാണ്ട് എനിക്ക് മന്തി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മക്കളുണ്ടേനു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ തന്നെ വരും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, ഫുൾ കാണാൻ ശ്രമിക്കാം. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. അതുവരേക്കും ബൈ. സൂപ്പർ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.